എന്താ റിയൽ നമ്പേഴ്സ്? നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചല്ലോ. പിയും ക്യൂ രണ്ട് ഇൻറ്റിജർ ആകുകയും ക്യൂ 0 സീറോ നോട്ട് ഈക്വൽ ടു 0 ആകുകയും ചെയ്യാം. 0 അല്ലാത്ത ഏത് സംഖ്യ വേണമെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ പി ബൈ ക്യൂ എന്ന് എഴുതാൻ കഴിയുന്ന ഏത് സംഖ്യയും ഒരു ഇൻറ്റിജർ ആയിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. ന്യൂമറേറ്ററിൽ പിയും ഡിനോമിനേറ്ററിൽ ക്യൂ. ഇതാണ് റിയൽ നമ്പേഴ്സിൻ്റെ സിസ്റ്റം. ഇനി യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തിയറം. അത് എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, എ ബിയേക്കാൾ വലുതാണെങ്കിൽ എയെ ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ കഴിയും. അങ്ങനെ ക്യൂ ആർ എന്ന രണ്ട് ഇൻറ്റിജേഴ്സ് വേറെ കാണാം. ഏത് ഇൻറ്റിജർ ആണെങ്കിലും അതിനെ ഇതേപോലെ രണ്ടെടുത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണമായിട്ട് 45, 36 രണ്ട് ഇൻറ്റിജേഴ്സാണ്. വലുത് 45 ആണ്. 45 is equal to 36 into 1 plus 9 ആക്കി. അപ്പോൾ 45 36 into 1 plus 9, 36 ആണ് ചെറുത്. അതിനെ 1 കൊണ്ട് ഗുണിച്ച് ക്യൂവിൻ്റെ സ്ഥാനത്ത് വരുന്നത് 1, ആറിൻ്റെ സ്ഥാനത്ത് ക്യൂ 9. ഇനി വേണമെങ്കിൽ ഈ 36നെ ഇനിയും വേണ്ടിത്തിരിക്കാം. ഈ 9 ഉപയോഗിച്ച് 9 into 4, പിന്നെ കൂട്ടാനൊന്നുമില്ല, പ്ലസ് അപ്പോൾ 0 വരും. ഈ 0 വരുന്നവരെ നമുക്ക് ഇതിനെ ഡിവിഷനാക്കി തിരിക്കാൻ പറ്റും. 0 വന്നു കഴിയുമ്പോൾ ഇത് തീർന്നു. ഈ 9 അവിടെ അവസാനം കിട്ടുന്ന 9 ആണ്. ഇതിനെയാണ് ഈ രണ്ട് സംഖ്യകളുടെയും HCF എന്ന് പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 45നെയും 36നെയും ഫാക്ടേഴ്സിൽ ഏറ്റവും വലിയ ഫാക്ടറാണ് ഈ 9. അപ്പോൾ നമ്മൾ ഏത് സംഖ്യ തന്നു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കും, ഡിവിഷൻ ലെമ്മ. ഇനി എളുപ്പത്തിൽ വേറെ വിധത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 45, 36നെ ഘടകങ്ങളായി തിരിച്ചാണ്. ആ ഒരു മെത്തേഡ് ഉണ്ട്, ഏറ്റവും ഷോർട്ട് കട്ടായി. ഈ ലെമ്മ വെച്ച് തിരിക്കണമെങ്കിൽ ഇങ്ങനെ ഘടകങ്ങളാക്കണമെന്നുള്ളൂ. ഇനി അല്ലാതിരിക്കണമെങ്കിൽ 45, 36 അല്ല ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 3. 2 പറ്റില്ല, 3. 2 തോന്നുക, 2 പറ്റില്ലെങ്കിൽ 3. ഇത് 15, ഇത് 12. 3 into 15, 45, 3 into 12, 36. ഇനി തിരിക്കാം, ഒന്നും കൂടെ 3. 5 into 3, 15. 4 into 3, 70 പറ്റും. ഒന്ന് ഈവനും ഒന്ന് ഓടുകയും പുറത്തു വന്നു. ഈ ഗുണിക്കുന്ന ഈ സംഖ്യയാണ് HCF, രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ. അപ്പോൾ 3 ഒരു ഫാക്ടറാണ്, 9 ഒരു ഫാക്ടറാണ്. പക്ഷെ ഏറ്റവും വലിയ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 9 ആയിരിക്കും. ഇത് തന്നെയാണ് ഡിവിഷൻ ലെമ്മയുടെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഏത് സംഖ്യയുടെയും HCF കാണാം. ഇപ്പോൾ ഇവിടെ use Euclid's division logarithm to find the HCF of 135, 225. വേറെ രണ്ട് സംഖ്യ 135, 225. ഈ ഡിവിഷൻ മെത്തേഡ് വെച്ച് ഇതിൻ്റെ HCF കാണാനാവും. ഡിവിഷൻ മെത്തേഡ് ആദ്യത്തെ ഏതാണ് വലുത്? 225 അല്ലേ? 225 ഈക്വൽസ് 135 into 1. ഒരു തവണ ഇറങ്ങണം, 2 കൊണ്ട് ഗുണിച്ചാൽ 270 ആവും, പ്ലസ് 90 രണ്ടടിച്ചു. ഇനി ഈ 135 ഇനിയും രണ്ടായിട്ട് തിരിക്കാം, 90 വെച്ച്. 135 90 വരുന്നത് 90 ഒരു തവണ വരുള്ളൂ. എന്താ കാരണം? 2 തവണ ആകുമ്പോൾ 180 ആവും. 90 പ്ലസ് 45. ഇനി 90 രണ്ടായിട്ട് തിരിക്കാം, 90 ഈക്വൽസ് 45 into 2 പ്ലസ് 0 ആയാൽ ഡിവിഷൻ കഴിയും. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഫാക്ടർ ഇതാണ് 45. ഇതാണ് HCF. ഏത് സംഖ്യയുടെ HCF കാണുന്നത് ഇങ്ങനെ.
ആ സംഖ്യയെ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ ഇതേപോലെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം, ഒന്ന് കൂട്ടണം. അപ്പോൾ മാക്സിമം സംഖ്യ ആയിരിക്കും ഇവിടെ ഗുണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 225 135 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഇപ്പോൾ 1 കിട്ടുള്ളൂ. 225 ബാക്കിയുള്ളത് റിമൈൻഡർ ഇവിടെ വരും. പിന്നെ ഇതിനെ ഈ റിമൈൻഡർ വെച്ച് ഇതേപോലെ പിന്നെ തിരിക്കാം. റിമൈൻഡർ കൊണ്ട് ഈ ഇതിന് എത്ര വേണമെന്ന് നോക്കും, അതോടെ മാക്സിമം എഴുതുക, പ്ലസ് പിന്നെ ഒരു ബാക്കി വരും. അത് അങ്ങനെ വന്ന അവസാനം വരുന്നത് ഒരു 0 ആയിരിക്കും, റിമൈൻഡർ ഇല്ലാണ്ട് വരും. നമ്മൾ സാധാരണ അർത്ഥം പോലെ അങ്ങനെയാണ് HCF കണ്ടുപിടിക്കുക. ഇപ്പം ഇതേപോലെ വേറെ രണ്ടെണ്ണം എടുക്കാം. 196 38,220. ഒന്ന് വലുതായിക്കോട്ടെ, 220. ആദ്യം 38,220 ഈക്വൽസ് 196 ഇൻറ്റു, അത് വേണമെങ്കിൽ നോക്കണം. 38,220 196 ഏകദേശം എത്ര തവണ അടങ്ങുന്നു? 382-ലെ 2 തവണ അടങ്ങില്ല. 2 തവണ വന്നു കഴിഞ്ഞാൽ 392 വരും. അപ്പോൾ 1 കിട്ടും. 196 6 186 2 എത്രയാണെന്ന്? 9 1764 98 980 5 195. ഇത് കൃത്യമാണ്. അപ്പോൾ 196 ഇൻറ്റു 195 പ്ലസ് അപ്പൊ ഇവിടെ തന്നെ 0 എത്തി. അപ്പൊ HCF 195. 196-ലും 196 ആയിരിക്കും. 38,220. ഈ 38 ഫാക്ടറാണ് 196. അപ്പോൾ 196 ആയിരിക്കും HCF. ഒരു തവണ ഉപയോഗിക്കേണ്ടി വന്നു. ഇനി അടുത്തത് 867. വേറെ ഒരെണ്ണം നോക്കാം. 867 255. ഇത് വലുത് 867. 867 is equal to 255 into 2 തവണ കൂടെ നടന്നില്ല. 867-ലെ 255 കൊണ്ട് പറ്റുക. 3 തവണ ഉണ്ടോ നോക്കാം. 3 15 ഇഷ്ടം 1, 3 15 16 ഇഷ്ടം 1, 3 കിട്ടും. 3 into 255 പ്ലസ് ഇനി ബാലൻസ് എത്ര ഉണ്ടാവും? 3 15 ഇഷ്ടം 1, 3 15 16 ഇഷ്ടം 1 ഉണ്ടാവുന്ന 867-ന് 765 പോയ 2 0 1 102. ഇനി 255 ഇനി ചെയ്യാം. 255 ഈക്വൽസ് 102 ഇൻറ്റു അത് 2 തവണ കിട്ടും 204. പിന്നെ പറ്റില്ല. അപ്പോൾ 204 255 എന്ന് പറഞ്ഞാൽ പ്ലസ് 51
ഇനി 102 51 into 2 plus 0 ആയി. അപ്പോൾ HCF 51 ആയി. അപ്പോൾ ഇത് 3 തവണ ഉപയോഗിക്കേണ്ടി വന്നു. 2 തവണ ചെറുതാക്കിയപ്പോൾ സംഖ്യ ചെറുതായി അവസാനം 0 വരും. 0 വരുന്നവരെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF. ഇനി ഇത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം. An army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march the same number of columns. Columns same ആയിരിക്കും. What is the maximum number of columns in which they can march? അപ്പോൾ അവർ മാർച്ച് ചെയ്ത മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്ര എന്ന് പറഞ്ഞാൽ ഈ 32ന്റെയും 616ന്റെയും HCF ആണ് കാണുന്നത്. അത് ലെമ്മ വെച്ച് ചെയ്യുകയാണെങ്കിൽ 660 is equal to 32 into 660 32 ഹരിക്കുക 1 32 29 296 9 19 into 19. അപ്പോൾ 32 into 19 608 plus 8. ഇനി 32നെ 8 കൊണ്ട് 8 into 4 plus 2. അപ്പോൾ HCF 8 കോളം 8 വരെ. ഇത് നമുക്ക് ഡിവിഷൻ മെത്തേഡ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പറയുന്നില്ല, ലെമ്മ വെച്ച് ചെയ്യാൻ പറയുന്നില്ല. ഇനി ലെമ്മ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഡിവിഷൻ മെത്തേഡ് തന്നെയാണെങ്കിൽ 616 32 രണ്ടിനെ അതിൻ്റെ ഫാക്ടേഴ്സ് അടുത്തിരിക്കുക. ഏറ്റവും ചെറിയ തുടങ്ങാം 2 തുടങ്ങണം. 2 പറ്റിയില്ലെങ്കിൽ 3 പറ്റിയില്ലെങ്കിൽ 5 പറ്റിയില്ലെങ്കിൽ 7 അങ്ങനെ പോകണം. അപ്പോൾ 1 2 6 0 2 16 ഇതിൻ്റെ ഹാഫ് 60 ഇനിയും 2 1 2 2 10 4 8 ഇനിയും 2 2 14 2 14 4 77 4. ഇത് ഓർഡർ ഇത് ഈവൻ. ഇനി ഘടകങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന മൂന്നെണ്ണം വിളിക്കുക. HCF 8 ഡയറക്റ്റ് ആയിട്ട് ഇത് ഡിവിഷനായിട്ട് തിരിക്കുക. ഇത് അതിനെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആയിട്ട് തിരിക്കുക. രണ്ടു വിധത്തിൽ ചെയ്യാം. ചിലപ്പോൾ ഇതായിരിക്കും എളുപ്പം. പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഇതേപോലെ സംഖ്യകളുടെ ഡിവിഷനായിട്ട് തിരിച്ചു പോകും. ഇനി സംഖ്യ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് തിരിക്കണം. ഇപ്പൊ ഞാൻ തിരിച്ച രീതിയിൽ express each number as a product of prime factors. 140 product of factors ആണ്. 140 ഏറ്റവും ചെറുത് 2 70 2 35 2 കഴിയും. ഇനി 3 കൊണ്ട് ഇതിനെ
ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 5 3 8 പറ്റില്ല. ഈ രണ്ട് സംഖ്യയുടെ കൂട്ടിയാൽ 3ന്റെ ഗുണിതമാണെങ്കിൽ മാത്രമേ 3 കൊണ്ട് ഇരിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് 5 0 ആണെങ്കിൽ 5 കൊണ്ട് ഇരിക്കാം. 7 കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. 2 × 2 2 സ്ക്വയർ, 5 × 7 ഇതാണ് ഫാക്ടേഴ്സ്. 2 2 ഒരു 5 ഒരു 7. ഇനി 156 ഇതേപോലെ 156 2 7 14 2 16 78. ഇവിടെ വരുന്ന സംഖ്യയുടെ ഹാഫ് കണ്ടാണ് 2 39 2 19 അല്ല ഇനി 2 പറ്റില്ല, 3 പറ്റും. 13 ഒരു 13 കിട്ടിയ പിന്നെ 13 ഒന്നും ചേർക്കില്ല. അപ്പോൾ ഇവിടെ തീർന്നു. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 ഒരു പ്രൈം നമ്പർ കിട്ടുന്നതാണ്. ഇതിനനുസരിച്ച് ഇനി 33825 2 കൊണ്ട് പറ്റില്ല, 3 പറ്റുമെന്ന് നോക്കണം. 11 13 15 3 പറ്റും. 3 8 3 11 13 15 15 3 കൊണ്ടായിരിക്കാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് പറ്റും. ഒരു 3 3 26 21 5. ഇനി 3 4 3 12 23 6 ആയി 3 15 4 2 6 5 15 3 കഴിഞ്ഞു. ഇനി 5 5 40 2 5 25. ഇനി 5 1 5 5 7 5 35 17 പ്രൈമാണ്. ഇനി പറ്റില്ല. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഇനി 5 not 5 5 not 5 2 പറ്റില്ല, 3 പറ്റില്ല. 5 തുടങ്ങാം. 5 1 0 0 1 1001. ഫൈവ് കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ 7 കൊണ്ട് പറ്റും. ഒരു 7 3 4 28 3 78. ഇനി 7 143 7 കഴിഞ്ഞു. അടുത്ത പ്രൈം നമ്പർ 11 ആണ്. 1 11 3 1 11 3 33 3 കഴിഞ്ഞു. അപ്പോൾ 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 30 ഇത്രയും പ്രൈം നമ്പേഴ്സ്. ഇനി 7 4 2 9 7 4 2 9 7 4 2 9 11 13 20. 9 പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല, 5 പറ്റില്ല. അടുത്ത ദിവസം കഴിഞ്ഞ 7 പറ്റുമെന്ന് നോക്കാം. 7 പറ്റില്ല. 7 പറ്റില്ല, 11 പറ്റില്ല, 13 പറ്റില്ല. പിന്നെ വരുന്ന 17 ആണ്. 17 ആകുമ്പോൾ 74നെ 17 കൊണ്ട് ഹരിച്ചാൽ 4 68.
6 ബാക്കി 62-ല് 70 3 വരുള്ളൂ 51 3 ബാക്കി 11 190 7 437 വരും 17 കൊണ്ട് എടുത്താൽ ഇനി 17 കൊണ്ടും പറ്റില്ല ഇനി 90 2 38 5 3 23 ഒരു പ്രൈമാണ് അപ്പോൾ ഈ 3 പ്രൈം നമ്പേഴ്സ് വരും 17 × 19 × 22 ഇത് 3 അതിനെ ഘടകങ്ങളാക്കി തിരിച്ചു. അപ്പോൾ ചില സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എളുപ്പത്തിൽ 2, 3, 5 ഒന്നും കിട്ടില്ല ഒരു വലിയ സംഖ്യയിലേക്ക് പോകേണ്ടി. ഇനി നേരത്തെ നമ്മൾ പഠിച്ചത് LCM ആണ്, HCF ആണ്. ഇനി അടുത്തതാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. തന്നിട്ടുള്ള സംഖ്യകളിൽ നേരത്തെ ഏറ്റവും ഹയസ്റ്റ് ഫാക്ടറായിരുന്നു. ഇനി തന്നിട്ടുള്ള 3 സംഖ്യകൾ ഫാക്ടറായി വരുന്ന ഹയസ്റ്റ് കോമൺ മൾട്ടിപ്പിളറാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 26 91 ഇതിൻ്റെ LCM കാണും. നേരത്തെ ഇതിൻ്റെ ഘടകങ്ങളാണ്. ഏറ്റവും ഷോർട്ടായിട്ടുള്ളത് 2, 2 കൊണ്ട് പറ്റില്ല. 4 2 പറ്റില്ല, 3 പറ്റില്ല, 5 പറ്റില്ല, 7 11 13 പറ്റും. 2 × 13 26, 7 × 13 91. അപ്പോൾ 13 ഇത് ഈവൻ, ഇത് ഓഡ്. ഇനി പറ്റില്ല. HCF ആണെങ്കിൽ ഇതാണ്, LCM ആണെങ്കിൽ ബാക്ക് പുറയിലുള്ളതല്ലാണ് 30 × 2 × 6. അപ്പോൾ 30 × 40 182. ഇതാണ് ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ഈ 2 26 91 ഘടകങ്ങളായി വരുന്ന മൾട്ടിപ്പിൾ, അതിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ് 180. അതാണ് LCM. HCF 13. ഇനി 510 510 92 2 4 10 255 46 2 കഴിഞ്ഞു. 3 പറ്റില്ല. 1 ഈവനും 1 ഓടും. അപ്പോൾ കഴിഞ്ഞു. 2 × 255 × 46 23 460. ഇതാണ് LCM. HCF 2.
ഇനി അടുത്ത് 336 54 LCM HCF എന്നാണ്. 2 രണ്ടും 2 കൊണ്ട് ഹരിക്കാവുന്നതാണ്. 2 2 6 12 8 16 27. 2 കഴിഞ്ഞു. ഈ 3 56 9. ഇനി പറ്റില്ല, ഫുള്ള് കഴിഞ്ഞു. 2 into 3 HCF 6 LCM 6 into 56 into 9 3020. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫൈൻഡ് LCM HCF of the following 12 15 21. ഇത് ഒന്ന് 17 23 29. അടുത്തത് 8 9 24. ബാക്കി അടുത്ത ക്ലാസ്.